ഞാൻ ജോഷി മാത്യു, മാക്ടയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്. നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് മെമ്പറും ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ 10-30 വർഷമായി IFFKയുടെ ഒരു സന്തത സഹചാരി തന്നെയാണ്. ആദ്യകാലം മുതൽ നടക്കുന്ന ഫെസ്റ്റിവലുകളിൽ കഴിയുന്നത്ര പങ്കെടുക്കുന്ന ഒരാളാണ്. ഫെസ്റ്റിവലിൻ്റെ ആദ്യകാലത്തിൽ നിന്നും സ്വാഭാവികമായുള്ള പരിണാമം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 30 വർഷമായപ്പോൾ ഫെസ്റ്റിവല് ഉത്തരോത്തരം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഫെസ്റ്റിവലായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, മലയാള സിനിമയെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചത് ഈ IFFK പറയുന്ന ഫെസ്റ്റിവൽ കൊണ്ടാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവല് മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലാകമാനം, അതിനേക്കാൾ ഉപരി ലോകമാകമാനം അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവല് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കിംഗി ഡുക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ജാഫർ പനാഹി പോലെയുള്ളവരുടെ പടങ്ങൾ അവർ ഇവിടെ നൽകുന്നത്. അവർക്ക് ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ഇതിൻ്റെ മൈലേജും അറിയാം. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇഫി ഗോവയിലെ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ സംഘാടന മികവ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില പടങ്ങളുടെ കാര്യത്തിൽ മാത്രം എതിരഭിപ്രായമുണ്ടാകാം. കഴിഞ്ഞ ചില വർഷങ്ങളിലൊക്കെ നല്ല പടങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ട കുറേ പടങ്ങൾ നല്ല പടങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു ഫെസ്റ്റിവലിൽ ഇത്രയും പടങ്ങൾ വരുന്നതിനിടയിൽ ചിലത് നല്ലതുണ്ടാകും. ഓരോ ആളുകളുടെ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാരൻ്റെ മനോധർമ്മവും അയാളുടെ അഭിപ്രായവുമായിരിക്കും. അപ്പം ചിലത് നല്ലതാകാം. ഓരോരുത്തരുടെയും സിനിമയോടുള്ള അപ്രോച്ച്, അതാണ് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് എപ്പോഴും ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഇത് തന്നെയാണ്. ഏതാണ്ട് 13,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവല്. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംഘാടനം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരിച്ച ജോലിയാണ്. ഞാനിതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടിരുന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ അത് കുറ്റമറ്റതാക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുന്നുണ്ട്. അത് വിജയമാകുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.